ഈവനിങ് ഓൾ ഓഫ് യു. നമ്മൾ കുറേ ക്ലാസ്സുകളിലായി അസറ്റ്ലീൻ ഗ്യാസ് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസറ്റ്ലീൻ ഗ്യാസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഓക്സി അസറ്റ്ലീൻ ഫ്ലെയിം ഒക്കെ പഠിച്ചു. അപ്പോൾ അസറ്റ്ലീൻ എങ്ങനെ ഉണ്ടാക്കുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ലെസൺ. അസറ്റ്ലീൻ എങ്ങനെ ഉണ്ടാക്കുന്നു, അസറ്റ്ലീൻ ഉണ്ടാക്കാൻ ആവശ്യമായ എന്തൊക്കെ വസ്തുക്കൾ വേണം, അത് പ്രിൻസിപ്പിൾ ഓഫ് അസറ്റ്ലീൻ ഗ്യാസ് ജനറേഷൻ. പിന്നെ ഒരു കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ട്, അതെന്താണെന്ന് ഈ ലെസണിൽ നമുക്ക് മനസ്സിലാവും. കാൽസ്യം കാർബൈഡിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ സ്റ്റോറേജ്, പിന്നെ ഹാൻഡ്ലിങ്, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അസറ്റ്ലീനിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അസറ്റ്ലീൻ്റെ കെമിക്കൽ സിമ്പൽ C2H2 ആണ്. C2H2 എന്ന് വെച്ചാൽ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. കാർബണാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട്, 92.3% കാർബണ്, 7.7% ഹൈഡ്രജൻ. ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ അസറ്റ്ലീൻ ഗ്യാസ് എങ്ങനെ ഉണ്ടാക്കുന്നു അതിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാക്കുന്നത് കാൽസ്യം കാർബൈഡ് എന്നൊരു പദാർത്ഥമുണ്ട്. കാൽസ്യം കാർബൈഡ് കേട്ടിട്ടുണ്ടോ? കാൽസ്യം കാർബൈഡ് ചിലപ്പോൾ ഈ പേപ്പറിലൊക്കെ ചിലപ്പോൾ വന്നിട്ട് കാണാം, കാർബൈഡ് പഴങ്ങൾ എന്ന് വെച്ച്, അതായത് കാർബൈഡ് വെച്ച് പഴുപ്പിച്ച പഴങ്ങൾ. സ്വാഭാവികമായിട്ട് പഴുക്കാതെ മാങ്ങിയതൊക്കെ കൊണ്ടുവന്ന് കാർബൈഡ് വെച്ച് പഴുപ്പിക്കും. അതൊരു മായം ചേർക്കുന്നൊരു ഇതാണ്. ആ സാധനം തന്നെയാണ് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട്, വെള്ളവുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാകുന്നത്. അതായത് കാൽസ്യം കാർബൈഡിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അസറ്റ്ലീൻ ഗ്യാസും കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി മാറും. കാൽസ്യം ഹൈഡ്രോക്സൈഡിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്ലാക്ക്ഡ് ലൈം. മനസ്സിലായില്ലേ? കാൽസ്യം കാർബൈഡിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അസറ്റ്ലീൻ ഗ്യാസും കാൽസ്യം കാർബൈഡും ആയിട്ട് മാറും. അപ്പോൾ അസറ്റ്ലീൻ ഗ്യാസ് എങ്ങനെ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ? കാൽസ്യം കാർബൈഡിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടാണ് അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? കാൽസ്യം കാർബൈഡിൽ കാൽസ്യവും ഉണ്ട്, കാർബണും ഉണ്ട്. അതേപോലെ വാട്ടറിൽ എന്താ ഉള്ളത്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് അതിനകത്തെ കാർബൺ എന്ത് ചെയ്യും? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ താഴെ ഒരു സൂത്രവാക്യമുണ്ട്, അത് നോക്കുക. CaC2 എന്ന് പറയുന്നതാണ് കാൽസ്യം കാർബൈഡ്. കാൽസ്യവും കാർബണും CaC2, അത് കാൽസ്യം കാർബൈഡ്. വാട്ടർ എന്ന് പറയുന്നത് H2O. അപ്പോൾ താഴെ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക, കാൽസ്യം കാർബൈഡ് പ്ലസ് 2H2O. അതായത് കാൽസ്യം കാർബൈഡും വെള്ളമായിട്ട് ചേർക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലെ കാൽസ്യം കാർബൈഡിലെ കാർബണും H2Oയിലെ ഹൈഡ്രജനും ചേർന്നിട്ട് ഇവിടെ C2H2 ആയിട്ട് മാറുന്നു. താഴെ നോക്കുക, എന്നല്ല C2H2. അപ്പോൾ C2H2 എന്താണ്? അതാണ് അസറ്റ്ലീൻ ഗ്യാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാൽസ്യം കാർബൈഡിലെ കാൽസ്യം ബാക്കിയുണ്ട്, ആ കാൽസ്യവും ഇവിടെ 2H2O ഉണ്ട്, അതിൽ H2O ബാക്കിയുണ്ട്, അത് കാൽസ്യമായി ചേർന്നിട്ട്
കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ സ്ലാക്ക്ഡ് ലൈം ആവുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? കാൽസ്യം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സ്ലാക്ക്ഡ് ലൈൻ അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. കാൽസ്യം കാർബൈഡ് എന്ന് വെച്ചാൽ CaC2. ഏറ്റവും താഴെയുള്ള ഇക്വേഷനിൽ CaC2 നിങ്ങൾക്ക് കാണാം. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O, അതും ഏറ്റവും താഴെയുള്ള ഈ സൂത്രവാക്യത്തിൽ കാണാം. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് പ്ലസ് 2H2O, അതായത് കാൽസ്യം കാർബൈഡ് ജലവുമായിട്ട് ചേരുന്നു. അപ്പോൾ അതിലെ കാർബൺ H2Oയിലെ H2O ആയി ചേർന്നിട്ട് എന്താവുന്നു? അസറ്റ്ലീൻ ആവുന്നു. ഇവിടെ ഏറ്റവും താഴെ നോക്കിയാൽ കാണാം C2H2 അസറ്റ്ലീൻ. അതേപോലെ തന്നെ ആദ്യത്തെ കാൽസ്യം കാർബൈഡിലെ കാൽസ്യം ബാക്കിയുണ്ട്, അതും ജലത്തിലെ 2 ജലം 2H2 ആണ്. അതിലെ ഹൈഡ്രജനും ബാക്കിയാണ്, അതും കൂടി ചേർന്നിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ സ്ലാക്ക്ഡ് ലൈം ആവുന്നു. ഇങ്ങനെയാണ് അസറ്റ്ലീൻ ഉണ്ടാകുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? കാൽസ്യം കാർബൈഡിൽ ജലം ചേർത്തിട്ടാണ് അസറ്റ്ലീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അസറ്റ്ലീൻ ജനറേഷൻ, അതിന് ലോ പ്രഷർ സിസ്റ്റത്തിൽ 2 ടൈപ്പ് അസറ്റ്ലീൻ ജനറേറ്റർ ഉണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് അത്? വാട്ടർ ടു കാർബൈഡ് മെത്തേഡ്, അതായത് വാട്ടർ കാർബൈഡിലേക്ക് ഒഴിച്ചിട്ടുണ്ടാക്കുന്ന മെത്തേഡ്, അത് ലോ പ്രഷറാണ്. അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് കാർബൈഡ് ടു വാട്ടർ മെത്തേഡ്. കാർബൈഡ് ടു വാട്ടർ മെത്തേഡ്, അതായത് വെള്ളത്തിലേക്ക് കാർബൈഡ് ഇട്ടിട്ട് അസറ്റ്ലീൻ ഉണ്ടാക്കുന്ന മെത്തേഡ്. അപ്പോൾ ഈ 2 മെത്തേഡുകൾ അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. നമുക്ക് അസറ്റ്ലീൻ ഉണ്ടാക്കുന്നത് കാൽസ്യം കാർബൈഡിൽ വെള്ളം ഒഴിച്ചിട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് എങ്ങനെ ഉണ്ടാക്കും, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ബാക്കി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കാൽസ്യം കാർബൈഡിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യം നോക്കാം. കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള വസ്തുവാണ്. ഡാർക്ക് ഗ്രേ കളറിലൊരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. കാൽസ്യം കാർബൈഡിൽ എന്തൊക്കെയുണ്ട്? കാൽസ്യവും ഉണ്ട്, കാർബൈഡും ഉണ്ട് അല്ലേ? Ca എന്ന് പറയുന്നത് കാൽസ്യം, C2 എന്ന് പറയുന്നത് കാർബൺ. അപ്പോൾ ഈ കാൽസ്യം ഇതിൽ 62.5% ഉണ്ട്. അതുപോലെ കാർബൺ 37.5% ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറിപ്പോറ്, കാരണം നേരത്തെ അസറ്റ്ലീൻ്റെത് പറഞ്ഞു അല്ലേ? C2H2, അതിൽ എത്ര ശതമാനം കാർബൺ ഉണ്ട്? അതിൽ കാർബൺ വളരെ കൂടുതലുണ്ട്, ഇതിൽ കാർബൺ കുറവാണ്. അതിലെത്ര കാർബൺ പറഞ്ഞ? C2H2 അഥവാ അസറ്റ്ലീനിൽ 92.3% കാർബണും 7.7 ഹൈഡ്രജനും അതിൽ പറഞ്ഞത്. പക്ഷേ ഇതിൽ കാൽസ്യവും കാർബണുമാണ് കാൽസ്യം കാർബൈഡിൽ. ഇതിൽ കാർബൺ 37.5%, അതേപോലെ കാൽസ്യം 62.5%. അത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ എളുപ്പം മനസ്സിലാവും. ഇങ്ങനെയും പറയാം. 100 ഗ്രാം കാൽസ്യം കാർബൈഡ് എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം കാൽസ്യം കാർബൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 62.5 ഗ്രാം കാൽസ്യവും 37.5 ഗ്രാം കാർബണും ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ കെമിക്കൽ സിമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. CaC2, കാൽസ്യം കാർബൈഡിൻ്റെ കെമിക്കൽ സിമ്പിളാണ് CaC2. ഇറ്റ് ഈസ് ബ്രിട്ടിൽ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലാണ്. ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലാണ്. ഇത് ബ്രിട്ടിലാണ്. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.22 മുതൽ 2.26 ഓഫ് ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2.22 മുതൽ 2.26 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് അന്തരീക്ഷത്തിൽ നിന്ന് മോയ്സ്ചർ, ഈർപ്പം വലിച്ചെടുത്തിട്ട്
ഇത് സ്ലാക്ക്ഡ് ലൈമായി മാറും. സ്ലാക്ക്ഡ് ലൈം എന്ന് വെച്ചാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറും. മാത്രമല്ല അങ്ങനെ മാറുമ്പം അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാവും ചെയ്യും. അത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ഈസ് അലൗഡ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് ഈസ് പ്രൊഡ്യൂസ് അസറ്റ്ലീൻ ഗ്യാസ്. വാട്ടറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാവും. അത് ലാസ്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡായി മാറും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് സോളുബിൾ ഇൻ കെറോസിൻ. കെറോസിൻ എന്ന് വെച്ചാൽ മണ്ണെണ്ണ. ഇത് മണ്ണെണ്ണയിൽ ലയിക്കൂല. വാട്ടറുമായിട്ട് പ്രവർത്തിക്കും, എന്നിട്ട് എന്താവും അസറ്റ്ലീൻ ഗ്യാസ് ആവും. പക്ഷേ മണ്ണെണ്ണയിൽ ഇത് ലയിക്കൂല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് കാൽസ്യം കാർബൈഡ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് കോക്ക് എന്ന് വെച്ചാൽ കൽക്കരി. കോക്ക് അല്ലെങ്കിൽ വേറൊരു പദാർത്ഥമുണ്ട് ആന്ത്രസൈറ്റ് എന്ന് പറഞ്ഞാൽ കൽക്കരിൻ്റെ വേറൊരു രൂപമാണ്. അല്ല കോക്കോ അല്ലെങ്കിൽ ആന്ത്രസൈറ്റോ, അതും ലൈം എന്ന് വെച്ചാൽ കാൽസ്യം ഓക്സൈഡ്. ഇത് രണ്ടും കൂടി ഒരു ഇലക്ട്രിക് ഫർണസിലിട്ടിട്ട് ഹീറ്റാക്കി മെൽറ്റാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കാൽസ്യം കാർബൈഡ്. മനസ്സിലായില്ലേ? കോക്ക് ആൻഡ് ലൈം. The calcium carbide is produced in an electric furnace by melting coke and lime in right proportion. ശരിയായ അനുപാതത്തിൽ കോക്കും ലൈമും കൂടി ഇലക്ട്രിക് ഫർണസിലിട്ട് ഹീറ്റാക്കി മെൽറ്റാക്കി കിട്ടുന്നതാണ് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനാവശ്യമായ റൈറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് 1 മെട്രിക് ടൺ കാൽസ്യം കാർബൈഡ്. 1 മെട്രിക് ടൺ കാൽസ്യം കാർബൈഡ് കിട്ടണമെങ്കിൽ 950 മുതൽ 1000 കിലോഗ്രാം ഓഫ് ലൈം എന്ന് വെച്ചാൽ കാൽസ്യം ഓക്സൈഡ്. 950 മുതൽ 1000 കിലോഗ്രാം ലൈമും അതുപോലെ 600 മുതൽ 610 കിലോഗ്രാം കോക്ക് ആൻഡ് ആന്ത്രസൈറ്റ്. കൽക്കരിൻ്റെ വേറെ രൂപമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. കോക്കോ ആന്ത്രസൈറ്റോ ഏതെങ്കിലും 600 മുതൽ 610 കിലോഗ്രാം. കൂടാതെ ഈ ഇലക്ട്രിക് ഫർണസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 40 മുതൽ 70 കിലോഗ്രാം ഓഫ് കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് മെറ്റീരിയലോ ഒക്കെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞ് ചൂടാക്കി ഹീറ്റ് ചെയ്ത് നല്ല മെൽറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 മെട്രിക് ടൺ കാൽസ്യം കാർബൈഡ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുക, ഇതാണ് കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കുന്നൊരു മെത്തേഡ്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് ഫർണസ്. ഇതിൽ കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉണ്ട്. അതുവഴി ഈ ഫർണസിൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫർണസിലേക്ക് കോക്ക് അല്ലെങ്കിൽ ആന്ത്രസൈറ്റ് ഇടും. കൂടാതെ ലൈം സ്റ്റോൺ ഇടും. ലൈം സ്റ്റോണിന് ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയാം. അതും കൂടി ഇട്ട് ഹീറ്റ് ഏകദേശം ഒരു 3000-3600 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹീറ്റാക്കി കഴിഞ്ഞാൽ ഇത് മെൽറ്റാവും. മെൽറ്റാക്കി കഴിഞ്ഞ് താഴെയുള്ള ഈ പാത്രത്തിൽ ശേഖരിക്കുന്നു. അതിനെ ഇങ്കോട്ട് എന്ന് പറയും. അതിൻ്റെ താഴെ ഇങ്കോട്ട് ക്രഷർ ഉണ്ട്. അവിടെ നിന്ന് പൊടിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം. ഇവിടെ നമുക്ക് നോക്കാം. ഇതാ, ഇറ്റ് ടേക്സ് 0.875 കാൽസ്യം ആൻഡ് 0.562 കിലോഗ്രാം കാർബൺ ടു പ്രൊഡ്യൂസ് 1 കിലോഗ്രാം കെമിക്കലി പ്യുവർ കാൽസ്യം കാർബൈഡ്. 1 കിലോഗ്രാം പ്യുവറായ കാൽസ്യം കാർബൈഡ് കിട്ടണമെങ്കിൽ എത്ര വേണം? 0.875 കിലോഗ്രാം കാൽസ്യവും 0.562 കിലോഗ്രാം കാർബണും വേണം 1 കിലോഗ്രാം ശുദ്ധമായ കാൽസ്യം കാർബൈഡ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ ഫർണസിൽ വെച്ചിട്ട് ഇതെന്ത് ചെയ്യും? 3000 മുതൽ 3600 ഡിഗ്രി വരെ ഈ കോക്കും ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് എല്ലാം കൂടി ഹീറ്റാക്കി എന്ത് ചെയ്യും?
ഒരു ലിക്വിഡ് കോമ്പൗണ്ട് കിട്ടും. ആ ലിക്വിഡ് കോമ്പൗണ്ടിൻ്റെ പേരാണ് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. അത് ഈ പാത്രത്തിൽ കിട്ടും. അത് ഇങ്കോട്ട് ക്രഷറിൽ വെച്ച് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാൽസ്യം കാർബൈഡ് കിട്ടുന്നത്. അതിൻ്റെ സൂത്രവാക്യം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സൂത്രവാക്യം. കാൽസ്യം ഓക്സൈഡ് അഥവാ ലൈം എന്ന് പറയും, അതും പ്ലസ് കോക്ക്, അത് 3 കാർബൺ, അതായത് കോക്ക് എന്ന് വെച്ചാൽ കൽക്കരി തന്നെ, അതും തമ്മിൽ ചൂടാക്കി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ കാൽസ്യവും ഇതിൻ്റെ അകത്തുള്ള 2 കാർബണും ചേർന്നിട്ട് കാൽസ്യം കാർബൈഡ് കിട്ടി. ബാക്കി ഒരു കാർബണും ഓക്സിജൻ ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡും ആകുന്നു. ആ കാർബൺ മോണോക്സൈഡ് ഇവിടുന്ന് മെൽറ്റാകുമ്പം തന്നെ ഇതിലേക്കൂടെ പുറത്തേക്ക് മുകളിലേക്ക് പോയി വന്നു. ബാക്കി നമുക്ക് കാൽസ്യം കാർബൈഡ് ഇതിൽ ഉണ്ടാവുക. ഇതാ കാൽസ്യം മോണോക്സൈഡ് എസ്കേപ്പ് ആൻഡ് ബേൺസ് അറ്റ് ദ മൗത്ത് ഓഫ് ദ ഫർണസ്. ഫർണസിൻ്റെ മൗത്തിൽ വെച്ച് എസ്കേപ്പ് ചെയ്യുക, അവിടുന്ന് ബേൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇവിടുന്ന് മോൾട്ടൺ കാൽസ്യം കാർബൈഡ് ഈ പാത്രത്തിൽ ഇങ്കോട്ട് ക്രഷർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്യുക വെച്ചാൽ പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞിട്ട് വിവിധ സൈസിലുള്ള കാൽസ്യം കാർബൈഡ് നമുക്കിവിടെ താഴെ ലഭിക്കുന്നു. ഓരോ സൈസിനും ഓരോ പേരുണ്ട്. ഡിഫറെൻറ്റ് സൈസ് ഓഫ് കാൽസ്യം കാർബൈഡ് അവൈലബിൾ ഫോർ ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്ലൈൻ ജനറേറ്റർ. ഓരോ അസറ്റ്ലൈൻ ജനറേറ്ററിനും വിവിധ ടൈപ്പിലുള്ള കാൽസ്യം കാർബൈഡ് ആയിരിക്കും ആവശ്യം. അതിനനുസരിച്ചിട്ടുള്ള കാൽസ്യം കാർബൈഡ് നമുക്ക് ലഭിക്കുന്നു. അതിനുള്ള പേരാണ് ഇതൊക്കെ. LUMB അല്ലെങ്കിൽ EGG, NUT, 14 NDT, അങ്ങനെ വിവിധ ഗ്രേഡുകളിലുള്ള കാൽസ്യം കാർബൈഡ് ലഭിക്കുന്നു. അപ്പോൾ ഗ്രേഡ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇവിടെ LUMB സൈസ് കാർബൈഡ് എന്ന് പറഞ്ഞാൽ 90x50. അങ്ങനെ വെച്ചാൽ അതിൻ്റെ സൈസ് 90 mm കൂടാനും പാടില്ല, 50 mm കുറയാനും പാടില്ല. ആ സൈസിൻ്റെ പേരായിരിക്കും ഈ LUMB എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സൈസുള്ള കാൽസ്യം കാർബൈഡ് ആക്കിയിട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കാൽസ്യം കാർബൈഡിൻ്റെ നിർമ്മാണം? ലൈമും കോക്കും കൂടി മെൽട്ടാക്കിയിട്ട് കിട്ടുന്നതാണ് കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അസറ്റ്ലീൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ ചുരുക്കം. ഓക്കെ, ഇനി നമുക്ക് ഈ കാൽസ്യം കാർബൈഡ് സൂക്ഷിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. എന്താണ് ഇതിനകത്ത് കാൽസ്യം കാർബൈഡ് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ എന്താ അത്രയുള്ളത്? കാൽസ്യം കാർബൈഡിൽ വെള്ളം ഈർപ്പം വന്നു കഴിഞ്ഞാൽ അത് അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാക്കുന്നു. അസറ്റ്ലീൻ ഗ്യാസ് അറിയാലോ, നമുക്ക് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വാതകമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സൂക്ഷിക്കുമ്പം വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് അപ്രൂവ്ഡ് പ്ലേസ് ഓൺലി. ഇത് അപ്രൂവ്ഡ് പ്ലേസുകളിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. വളരെയേറെ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് സൂക്ഷിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് നോക്കുക. സ്റ്റോറേജ് ബിൽഡിംഗ് മസ്റ്റ് നോട്ട് ഹാവ് എയ്തർ വാട്ടർ ലൈൻ ഓർ ഹൈ ടെമ്പറേച്ചർ. അത് സ്റ്റോർ ചെയ്യുന്ന ബിൽഡിങ്ങുകളിൽ വാട്ടർ ലൈനോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറോ ഉണ്ടായിരിക്കാൻ പാടില്ല. എന്താണ് കാരണം എന്ന് അറിയാലോ? കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാകും. അത് വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്ന വാതകമാണ്. അതുപോലെ ഹീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തീപ്പരി മതി അത് കത്തിപ്പിടിക്കാൻ വേണ്ടി. അപ്പോൾ വാട്ടർ ലൈനും ഹൈ ടെമ്പറേച്ചറും ഇത് സ്റ്റോറേജ് ചെയ്യുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. ഇത് സ്റ്റോർ ചെയ്യുന്ന നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പമോ ജലമോ ഒന്നും പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കണം. നാലാമത്തെ പോയിന്റ്, ഫയർ ബ്രേക്ക് ഔട്ട് ഇൻ എ കാൽസ്യം കാർബൈഡ് സ്റ്റോറേജ് റൂം മസ്റ്റ് ബി എക്സ്റ്റിങ്ക്യൂഷ്ഡ് വിത്ത് CO2 ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഓർ ഡ്രൈ സാൻഡ്, നോട്ട് വിത്ത് വാട്ടർ. എന്തെങ്കിലും തീപിടുത്തം ഈ കാർബൈഡ് സ്റ്റോറേജ് റൂമിൽ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തീപിടിക്കുകയുള്ളൂ. കാരണം കാൽസ്യം കാർബൈഡ് വാട്ടറുമായി പ്രവർത്തിച്ച് അസറ്റ്ലീൻ ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ കത്തിപ്പിടിക്കും. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എക്സ്റ്റിങ്ക്യൂഷർ തീ അണക്കുക? CO2 ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ
മണൽ, നനവില്ലാതെ മണൽ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കെടുത്താം. അടുത്ത പോയിന്റ്, ഡു നോട്ട് അലോ കാർബൈഡ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ മോയ്സ്ചർ ഔട്ട്സൈഡ് ദ അസറ്റ്ലീൻ ജനറേറ്റർ. അസറ്റ്ലീൻ ജനറേറ്ററിൻ്റെ അടുത്ത് എന്താ വാട്ടറും അതുപോലെ ഈർപ്പമൊന്നും കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. അടുത്ത പോയിന്റ്, കാൽസ്യം ഡ്രംസ് ഷുഡ് ബി ഓപ്പൺഡ് വിത്ത് ടൂൾസ് വിച്ച് വിൽ നോട്ട് പ്രൊഡ്യൂസ് സ്പാർക്ക്. അതായത് നമ്മൾ ഒരു കാൽസ്യം കാർബൈഡ് കണ്ടെയ്നർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനത്തെ ടൂൾ ഉപയോഗിക്കാൻ പാടില്ല? സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ടൂളുകൾ, അതായത് ചിസിൽ, ഇരുമ്പിൻ്റെ ചിസിൽ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം ബ്രാസ് കൊണ്ടുള്ള ചിസിലോ അങ്ങനത്തെ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് തുറക്കുവാൻ പാടുള്ളൂ. ഓപ്പൺ ആകുമ്പോൾ സ്പാർക്ക് ഉണ്ടായാൽ ചിലപ്പോൾ പൊട്ടിത്തരും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അസറ്റ്ലീൻ ഗ്യാസ് ഉണ്ടായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മതി അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത പോയിൻ്റ്, ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ദ കാർബൈഡ് ഫ്രം എ ഡ്രം ഇറ്റ് മസ്റ്റ് ബി ക്ലോസ്ഡ് ആൻഡ് മെയ്ഡ് എയർ ടൈറ്റ് ഇമ്മീഡിയറ്റ്ലി. അതായത് കാർബൈഡ് ഡ്രമ്മിൽ നിന്ന് നമ്മൾ കുറച്ച് കാർബൈഡ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. അടുത്ത പോയിൻ്റ്, പ്രിസർവ് കാർബൈഡ് ഇൻ കെറോസിൻ ഇൻ കേസ് ഓഫ് എമർജൻസി. എന്തെങ്കിലും എമർജൻസി കേസ് വരാമെങ്കിൽ കാർബൈഡ് സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? കെറോസിൻ, മണ്ണെണ്ണ ഉപയോഗിക്കാം. ഇത് മണ്ണെണ്ണയിൽ ലയിക്കില്ല, മണ്ണെണ്ണയായിട്ട് പ്രവർത്തിക്കില്ല. അടുത്ത പോയിൻ്റ്, ദ പേഴ്സൺ ഹാൻഡ്ലിങ് കാൽസ്യം കാർബൈഡ് മസ്റ്റ് വിയർ റബ്ബർ ഗ്ലൗസ്. കാൽസ്യം കാർബൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ, കൈകാര്യം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? റബ്ബർ ഗ്ലൗസ് ധരിക്കണം. ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ട് മീനിനെ പിടിക്കുന്ന വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് വെള്ളത്തിൽ ഒരുപാട് മീനൊക്കെയുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കാൽസ്യം കാർബൈഡ് ഇടും. കാൽസ്യം കാർബൈഡ് ഇട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ കണ്ണൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ മീനെ എളുപ്പത്തിൽ പിടിക്കാൻ വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വാർത്തകളൊക്കെ ന്യൂസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് നമ്മളെ തൊലിപ്പുറത്തൊക്കെ പൊള്ളൽ പോലെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ റബ്ബർ ഗ്ലൗസ് ഉപയോഗിക്കുക. അടുത്ത പോയിൻ്റ്, എംപ്റ്റി കാർബൈഡ് ഡ്രം മസ്റ്റ് ബി ഫിൽഡ് വിത്ത് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ ബിഫോർ ഡിസ്പോസിങ് ഓഫ്. കാർബൺ കണ്ടെയ്നർ, ആ ഡ്രമ്മ് കാലിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ വെള്ളം നിറച്ച് വെക്കുക. അപ്പോൾ ബാക്കി എന്തെങ്കിലും കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതങ്ങ് അസറ്റ്ലീൻ ഗ്യാസായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രമ്മിന് കുഴപ്പമില്ല. അതുകൊണ്ട് കളയുന്നതിന് മുമ്പേ വെള്ളം നിറച്ച് വെച്ച് ഒക്കെ ക്ലീനാക്കിയിട്ട് വേണം അത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊക്കെ മറന്നു പോകും. അപ്പോൾ നന്നായി കേട്ട് ഞാൻ ആൻസർ ഗൂഗിൾ ക്ലാസ് റൂമിൽ വോയിസ് ആയിട്ട് ഇടാം. അതിന് ആൻസറും കൂടി നൽകുക. ഓക്കെ.